ഇൻ്റഗ്രലിൽ ഒരു കിടിലം ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇങ്ങനത്തെ കുറേ ടീമുകളൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ടൈംസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബ്രാക്കറ്റ് ടൈംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ടീമിനെ വേണം ടി ആയിട്ട് ഇടാൻ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. അതായത് ആ ബ്രാക്കറ്റ് ടൈമിനെ നമ്മൾ ആദ്യം എടുത്ത് എഴുതാം, e⁻√x, എന്നിട്ട് ആ ഫ്രണ്ടിലുള്ള e⁻√x ഇല്ലേ രണ്ടാമത് എഴുതാം കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. ദെൻ dx ഉണ്ട്. സോ നമുക്ക് എന്താ പഠിച്ച്, ബ്രാക്കറ്റിലുള്ള ടൈമിനെ നമ്മൾ ടി ഇട്ട് കൊടുക്കും. അപ്പോൾ e⁻√xന് നമുക്ക് എന്തിട്ട് കൊടുക്കാം, ടി ഇട്ട് കൊടുക്കാം. ദെൻ അവനെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുക. ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ വരിക, e⁻√xൻ്റെ എന്ത് തന്നെയാണ്, e⁻√x ഇൻറ്റു √xൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, അതെന്താണ് 1/2√x. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടിയുടെ എന്ത് വരൂടാ, ടിയുടെ വരുന്നത് dt/dx ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, dxനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. dxനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e⁻√x ഡിവൈഡഡ് ബൈ 2√x dx ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, dt എന്ന് വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ നമുക്കറിയാം cos e⁻√x ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം, cos t എന്നിട്ട് കൊടുക്കാം. ദെൻ e⁻√x ബൈ 2√x dx എന്ന് പറഞ്ഞാൽ അതെന്താണ്, dt ആണ്. ഒറ്റയടിക്ക് ആൻസർ ആയില്ലേ. അപ്പോൾ എന്താണ് ഇൻറ്റഗ്രൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റഗ്രൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin t പ്ലസ് സി ആണ്. സോ ഫൈനൽ ആൻസറിൽ ടീനെ റിപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, സൈൻ ഓഫ് ടിക്ക് പകരം e⁻√x പ്ലസ് സി. ഇത്രയുള്ള പരിപാടി.